പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ അണ്ടർ ഡിഫറൻറ്റ് സിറ്റുവേഷൻ. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ റിട്ടയർമെൻറ്റ് ഡെത്തുമായി ബന്ധപ്പെട്ട് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റിട്ടയർമെൻറ്റ് ഡെത്തുമായി ബന്ധപ്പെട്ട് എന്താണ് ന്യൂ റേഷ്യോ, എന്താണ് ഗെയിനിങ് റേഷ്യോ, അവ എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ന്യൂ റേഷ്യോ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ, വെൻ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈസ് നോട്ട് ഗിവൺ. നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നൽകിയിട്ടില്ലെങ്കിൽ. മറ്റൊരു സിറ്റുവേഷൻ, ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് മേ അക്വയർ ദി ഷെയർ ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ ഇൻ ആൻ എഗ്രീഡ് റേഷ്യോ. കണ്ടിന്യൂ ചെയ്യുന്ന പങ്കാളികൾ റിട്ടയർ ചെയ്ത പങ്കാളിയുടെ ഷെയർ ഒരു നിശ്ചിത അനുപാതത്തിലാണ് നേടുന്നതെങ്കിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നമ്മൾ ചർച്ച ചെയ്യും. മറ്റൊരു കേസ്, വെൻ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈസ് ഗിവൺ. പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നൽകിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടെത്തേണ്ടതില്ല, ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ അത്തരം കേസിൽ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് വ്യത്യസ്ത സിറ്റുവേഷനാണ് ന്യൂ റേഷ്യോ ഗെയിനിങ് റേഷ്യോയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ രണ്ട് സിറ്റുവേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് കേസ്, വെൻ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈസ് നോട്ട് ഗിവൺ or relative ratio between remaining partners unchanged. തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നൽകിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ റേഷ്യോയിൽ യാതൊരുവിധ മാറ്റവും പറയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ നൽകി അതിലൂടെ ഈ കാൽക്കുലേഷൻ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കൂ. എക്സ്, വൈ ആൻഡ് സെഡ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 5:3:2. വൈ റിട്ടയേഴ്സ് ഫ്രം ദി ഫേം. കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. എക്സ്, വൈ, സെഡ് പങ്കാളികളാണ്. അവരുടെ റേഷ്യോ 5:3:2 ആണ്. വൈ റിട്ടയർ ചെയ്യുന്നു. ഇത്ര മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂവെങ്കിൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കേസാണത്. അതായത് ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്താണ് നൽകിയിട്ടില്ല, എന്ത് മാത്രമേ നൽകിയിട്ടുള്ളൂ, ഓൾഡ് റേഷ്യോയും ആരാണ് റിട്ടയർ ചെയ്യുന്നത് എന്ന വിവരം മാത്രമേ നൽകിയിട്ടുള്ളൂവെങ്കിൽ ഇത്തരം കേസിൽ റിമൈനിങ് പാർട്ട്നേഴ്സ്, വൈ റിട്ടയർ ചെയ്ത റിമൈനിങ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്, എക്സും സെഡും. റിമൈനിങ് പാർട്ട്നേഴ്സ് എന്നോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന പങ്കാളികൾ എന്നോ നമുക്ക് പറയാം. ഇവിടെ എക്സും സെഡുമാണ് റിമൈനിങ് പാർട്ട്നേഴ്സ്. അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാവുന്നില്ല. അത്തരം കേസിൽ നമുക്ക് എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. ഓൾഡ് റേഷ്യോയും ആരാണ് റിട്ടയർ ചെയ്യുന്നത് എന്ന് മാത്രമേ നൽകുന്നുള്ളൂ, മറ്റു യാതൊരു ഇൻഫോർമേഷനും നൽകുന്നില്ല. നിങ്ങളോട് ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ന്യൂ റേഷ്യോ ഗെയിനിങ് റേഷ്യോ നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോ നമ്മൾ പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് എന്ത് തന്നെയാണ്, അവരുടെ ഓൾഡ് റേഷ്യോ തന്നെയാണ്. But in this case, there is no need to calculate the new ratio and gaining ratio, as it will be the same as the old profit share ratio. ഇത്തരം കേസിൽ നമുക്ക് ന്യൂ റേഷ്യോയും
ഗെയിനിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല, അത് അവരുടെ ഓൾഡ് റേഷ്യോ തന്നെയാണ്. അപ്പൊ ഇത്തരം കേസിൽ അവരുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ. അവരുടെ ന്യൂ റേഷ്യോ അവരുടെ ഓൾഡ് റേഷ്യോ ആണ്. ഗെയിനിങ് റേഷ്യോ അതും അവരുടെ ഓൾഡ് റേഷ്യോ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഓൾഡ് റേഷ്യോ കണ്ടെത്തുന്നത്? ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ ഓൾഡ് റേഷ്യോ എന്താണ്? ഇപ്പൊ നമ്മൾ തന്നിട്ടുള്ള എക്സാമ്പിൾ നോക്കൂ. 5:3:2 അതാണ് XYZ എന്നീ പങ്കാളികളുടെ ഓൾഡ് റേഷ്യോ. ഇതിൽ Y റിട്ടയർ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്ട്രൈക്ക് ഓഫ് ദി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ. റിട്ടയർ ചെയ്ത പങ്കാളിയുടെ ഷെയർ ജസ്റ്റ് വെട്ടിയാൽ ബാക്കി കിട്ടുന്നതാണ് അവരുടെ ന്യൂ റേഷ്യോ. എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ റേഷ്യോ തന്നെയാണ് അവരുടെ ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും. ഉദാഹരണം ഇവിടെ 5:3:2 അതിൽ Y റിട്ടയർ ചെയ്യുമ്പോൾ Yയുടെ ഷെയർ ആണ് വെട്ടിക്കളയാം. അപ്പൊ ബാക്കി കിട്ടുന്ന എന്താണ്? 5:2. അപ്പോൾ ആ 5:2 ആണ് XZ എന്നിവരുടെ ന്യൂ റേഷ്യോ, അത് തന്നെയാണ് അവരുടെ ഗെയിനിങ് റേഷ്യോ. ഇതേ കാര്യം നമുക്കൊരു ഒന്നുകൂടി വിശദീകരിച്ച് മനസ്സിലാക്കാം. നോക്കൂ, XYZ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 5:3:2. Y retires from the firm. Calculate new ratio and gain ratio. നമ്മൾ പറഞ്ഞു ഇവിടെ ഓൾഡ് റേഷ്യോയും ആരാണ് റിട്ടയർ ചെയ്യുന്നത് എന്ന് മാത്രമേ നൽകിയിട്ടുള്ളൂ. അത്തരം കേസിൽ നമുക്ക് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സ്ട്രൈക്ക് ഔട്ട് ദി ഷെയർ ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ആണ് വെട്ടിക്കളയാം. അപ്പോൾ XYZ എന്നിവരുടെ ഓൾഡ് റേഷ്യോ എന്താണ്? 5:3:2 അല്ലേ? 5:3:2. ഇതിൽ ന്യൂ റേഷ്യോ കാണാൻ എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്? ആരാണോ റിട്ടയർ ചെയ്യുന്നത് അയാളുടെ ഷെയർ ആണ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക, വെട്ടുക. അപ്പൊ ഇവിടെ റിട്ടയർ ചെയ്യുന്ന ആരാണ്? Y ആണ്. Yയുടെ ഷെയർ വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് എന്താണോ അതാണ് അവരുടെ ന്യൂ റേഷ്യോ. അപ്പൊ ന്യൂ റേഷ്യോ ഓഫ് X ആൻഡ് Z എന്താണ്? 5:2. അവിടെ ഗെയിനിങ് റേഷ്യോയും 5:2. അപ്പൊ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5/7ഉം 2/7ഉം, ഗെയിനിങ് റേഷ്യോയും 5/7ഉം 2/7. അപ്പോൾ അവരുടെ റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ് അൺചേഞ്ച്ഡ്. ഇവിടെ റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ റിലേറ്റീവ് റേഷ്യോയിൽ ഒരു മാറ്റവും വരുന്നില്ല, മുമ്പുള്ള അതുപോലെ തന്നെയാണ്. പക്ഷേ 5:3:2 ആകുമ്പോൾ 5/10ഉം 3/10ഉം 2/10ഉം ആയിരുന്നു. ഇപ്പോൾ രണ്ടുപേരാകുമ്പോൾ 5/7ഉം 2/7 ആവുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്, ഒരു കേസാണിത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രാക്ടീസുകൾ നൽകാം. ഒന്ന് നോക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പരിചയപ്പെടാം. ആസാദ്, വിജയ് ആൻഡ് അമിത് ആർ പാർട്ട്നേഴ്സ് sharing profit and losses in the proportion of 1/4, 1/8, 10/16. Calculate new profit share ratio and gaining ratio between continuing partners if Azad retires, Vijay retires, Amit retires. ആസാദ്, വിജയ്, അമിത് എന്നീ പങ്കാളികളുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ആ ഓൾഡ് റേഷ്യോയുടെ ഒരു പ്രത്യേകത നോക്കൂ. 1/4, 1/8, 10/16. അതൊരു 1:1:10 എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതിനുശേഷം നമ്മളോട് ആസാദ് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ന്യൂ റേഷ്യോ ഗെയിനിങ് റേഷ്യോ? ഇനി വിജയ് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ന്യൂ റേഷ്യോ ഗെയിനിങ് റേഷ്യോ? അമിതാണ് റിട്ടയർ ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും റേഷ്യോ? ഇതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കൂ. ആസാദ്, വിജയ്, അമിത് എന്നിവരുടെ ഓൾഡ് റേഷ്യോ നമുക്ക് നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ്. 1/4:1/8:10/16 എന്നാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓരോ ഷെയറിന്റെയും ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ് അല്ലേ? ഛേദങ്ങൾ എന്താണ്? ഒന്ന് 4 ആണ്, ഒന്ന് 8 ആണ്, ഒന്ന് 16 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു റേഷ്യോ പറയാൻ കഴിയില്ല. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? എല്ലാറ്റിൻ്റെയും ഛേദം ഒരേ തുകയാക്കി മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാറ്റിൻ്റെയും ഛേദം 16 ആക്കി മാറ്റാം അല്ലേ? അപ്പൊ അവസാനത്തെ ആളുടെ മാറ്റേണ്ടതില്ല, അത് ഓൾറെഡി 10/16 ആണ്. ഒന്നാമത്തെ ആളുടെ 1/4 ആണ്. 1/4നെ അതിൻ്റെ ഡിനോമിനേറ്റർ 16 ആക്കാൻ അല്ലേ? അതിൻ്റെ ഛേദം
16 ആക്കണമെങ്കിൽ 4നെ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും? 4നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 16 ആക്കി മാറ്റാൻ കഴിയും. അപ്പൊ അത്തരം കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അംശത്തെയും ഛേദത്തെയും അതേ തുക കൊണ്ട് ഗുണിക്കണം. അപ്പൊ 4നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിൽ 1നെയും 4 കൊണ്ട് ഗുണിക്കണം. അതേസമയം രണ്ടാമത്തെ കേസ് നോക്കൂ, ഈ 8 ആണുള്ളത്, അതിനെ 16 ആക്കി എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ മുകളിലും നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇതിനെ പിന്നെ ഛേദം ഒരേ ഛേദമാക്കി മാറ്റാൻ ഇങ്ങനെ ചെയ്താൽ മതി. 1 × 4 ഡിവൈഡ് ബൈ 4 × 4 ഈസ് 1 × 2 ഡിവൈഡ് ബൈ 8 × 2 ഈസ് 10/16 അല്ലേ? അപ്പൊ അതിനെ മാറ്റുമ്പോൾ എത്ര വരും? then 4/16 ഈസ് 2/16 ഈസ് 10/16. then അപ്പോൾ 4 ഈസ് 2 ഈസ് 10. അതിനെ വീണ്ടും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും അല്ലേ? എല്ലാറ്റിലും 2 കൊണ്ട് ഹരിക്കാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ്? 2 ഈസ് 1 ഈസ് 5. അപ്പൊ നമ്മൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ റേഷ്യോ കണ്ടെത്തിയത്. അപ്പൊ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ രീതിയിൽ അതിന്റെ ഡിനോമിനേറ്റർ ഒരേപോലെ ആക്കിയിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് ഇത്തരം ഒരു പ്രോബ്ലം ചെയ്തത്. ഇനി ആസാദ് ആണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ന്യൂ റേഷ്യോ എന്ന് നമുക്ക് നോക്കാം. ആസാദ് റിട്ടയർ ചെയ്യുമ്പോൾ ആസാദിന്റെ ഷെയർ അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്താൽ മതി. ആസാദ് ആദ്യത്തെ ആളാണ് അല്ലേ? അപ്പൊ അയാളുടെ ഷെയർ എത്രയാണ്? 2 ആണ് അല്ലെ? അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്താൽ ബാക്കി കിട്ടുന്നത് എന്താണ്? 1:5. അപ്പൊ ന്യൂ റേഷ്യോയും 1:5 ആണ്, ഗെയിനിങ് റേഷ്യോയും 1:5. ഇനി സെക്കൻഡ് കേസ് നോക്കൂ. വിജയ് ആണ് റിട്ടയർ ചെയ്യുന്നെങ്കിൽ വിജയുടെ ഷെയർ വെട്ടിക്കളയാം. എത്രയാണ് ഷെയർ? 2:1:5 1 ആണ്. അപ്പൊ 1 വെട്ടിക്കളഞ്ഞാൽ ന്യൂ റേഷ്യോ എന്താണ്? 2:5 അല്ലെ? അപ്പൊ ന്യൂ റേഷ്യോ 2:5, ഗെയിനിങ് റേഷ്യോ 2:5. ഇനി അമിത് ആണ് റിട്ടയർ ചെയ്യുന്നതെങ്കിലോ? അമിത് റിട്ടയർ ചെയ്യുമ്പോൾ അമിത്തിന്റെ ഷെയർ എത്രയാണ്? 5 ആണ് അല്ലെ? അപ്പൊ ആ 5/10 ആണ്. ആ 5/10 ആണ് ഒഴിവാക്കുക. അപ്പൊ 2:1 എന്ന് കിട്ടും അല്ലെ? ആ 5 വെട്ടിക്കളഞ്ഞാൽ 2:1. ഓക്കെ. അപ്പൊ ന്യൂ റേഷ്യോ 2:1, ഗെയിനിങ് റേഷ്യോ 2:1. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ഫസ്റ്റ് കേസിൽ നമുക്ക് ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കണ്ടെത്താം. ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഫൈനൽ എക്സാമിനേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി എക്സാമിനേഷന് വരുന്നത് കൊണ്ട് ഇതിൻ്റെ സ്കോർ നഷ്ടപ്പെടരുത്, ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചില എക്സസൈസുകൾ നമുക്ക് നൽകാം. ക്വസ്റ്റ്യൻ ഫോർ പ്രാക്ടീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Agnes, Anila and Sina are partners sharing profit in the ratio of 5:3:2. What will be the new profit share ratio if Agnes retires from the firm? അവരിൽ ആഗ്നസ് ആണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ എന്താണ് ന്യൂ റേഷ്യോ? ഒരു ഫൈനൽ എക്സാമിനേഷന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആണല്ലേ? ആഗ്നസ് ആദ്യത്തെ ആളാണ്. ആ 5 ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ്? 3:2 ആണ് ന്യൂ റേഷ്യോ. അത് തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. വളരെ ഈസിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. KLMN and O are partners are in partnership sharing profit and losses as 6/25, 8/25, 4/25, 2/25 and 5/25 respectively. K retires and others continue to share with their ratio immediately above the retirement of K. Calculate new profit share ratio. ഇവിടെ K റിട്ടയർ ചെയ്യുകയാണ്. ഡിനോമിനേറ്റർ ഒക്കെ ഒരേപോലെ തന്നെയാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ആവശ്യമില്ല. കെ റിട്ടയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും ന്യൂ റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ? കെയുടെ ഷെയർ വെട്ടിക്കളയാം. അപ്പോൾ 8:4:2:5. വളരെ സിമ്പിൾ. അപ്പോൾ ഇതും ഫൈനൽ എക്സാമിനേഷൻ ഒരു വർഷം 3 മാർക്കിന് ചോദിച്ച ചോദ്യമായിരുന്നു. 2-3 മാർക്കിന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേസാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Abraham, Bashir and Chellappan are partners sharing profit in the ratio of 5:3:2. Bashir retires. Find out the gaining ratio of Abraham and Chellappan. Abraham, Bashir, Chellappan അവരുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 5:3:2. അതിൽ ബഷീർ റിട്ടയറിംഗ് ആണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദി ഗെയിനിങ് റേഷ്യോ ഓഫ് അബ്രഹാം ആൻഡ് ചെല്ലപ്പൻ. അബ്രഹാമിൻ്റെയും ചെല്ലപ്പൻ്റെയും ഗെയിനിങ് റേഷ്യോ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസിയാണ്. ബഷീറിൻ്റെ ഷെയർ വെട്ടിക്കളഞ്ഞാൽ കിട്ടുന്നത് തന്നെയാണ് എന്താണ്? അബ്രഹാമിൻ്റെയും ചെല്ലപ്പൻ്റെയും ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ഇതും എക്സാമിനേഷന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി എക്സാമിനേഷൻ വന്ന് പരിചയപ്പെടുത്താം.
Rahul, Robin and Rajesh are partners sharing profit in the ratio of 3:2:1. Calculate the new profit share ratio and gaining ratio of the remaining partners if Rahul retires, Robin retires and Rajesh retires. അപ്പോൾ മുമ്പ് ചെയ്ത പ്രോബ്ലം പരിശോധിച്ച് വളരെ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. രാഹുൽ റിട്ടയർ ആണെങ്കിൽ എന്താണ് ന്യൂ റേഷ്യോ, എന്താണ് ഗെയിനിങ് റേഷ്യോ, റോബിനാണ് റിട്ടയറിംഗ് എന്നെങ്കിൽ എന്താണ്, രാജേഷ് ആണ് റിട്ടയർ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിളായിട്ടുള്ള ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സാമിനേഷന് വരാറുണ്ട്. ദെൻ ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. ദാറ്റ് ഈസ് the continuing partners may acquire the share of retiring partner in an agreed ratio. ഒരു പങ്കാളി റിട്ടയർ ചെയ്യുകയോ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ റിട്ടയർ ചെയ്ത പങ്കാളിയുടെ ഷെയർ കണ്ടിന്യൂ ചെയ്ത പങ്കാളികൾ ഒരു പ്രത്യേക അനുപാതത്തിലാണ് നേടുന്നതെങ്കിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോ, എങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് കണ്ടിന്യൂ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള പങ്കാളികൾ, അപ്പോൾ റിമൈനിങ് പാർട്ട്നേഴ്സ് റിട്ടയർ ചെയ്ത പങ്കാളിയുടെ ഷെയർ ഒരു നിശ്ചിത അനുപാതത്തിലാണ് നേടുന്നതെങ്കിൽ അവിടെ അപ്പോൾ നേടുന്ന അനുപാതം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം, അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു എക്സാമ്പിൾ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. A, B and C are partners sharing profit and losses in the ratio of 5:3:2. A, B, C പങ്കാളികളാണ്. അവർ റേഷ്യോ 5, 3, 2 എന്നീ ക്രമത്തിലാണ് അല്ലേ, 5:3:2. B retires from the firm, അതിൽ നിന്നും B റിട്ടയർ ചെയ്യുന്നു. His share is taken by A and C in the ratio of 2:1. അയാളുടെ ഷെയർ അല്ലേ, ബിയുടെ ഷെയർ എത്രയാണ്, 5/10, 3/10, 2/10. അപ്പൊ ബിയുടെ ഷെയർ 3/10 അല്ലേ. അപ്പോൾ 10/3 ബിക്കുള്ള ഷെയർ. അത് എയും സിയും ആ 10/3 ഷെയർ എയും സിയും നേടുന്നത്, എടുക്കുന്നത് ഏത് അനുപാതത്തിലാണ്, 2:1 എന്ന അനുപാതത്തിലാണ്. അതായത് 3/10ന്റെ 2/3 എയും 1/3 സിയും എടുക്കുന്നു. ഇതാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഇനി കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അവസാനത്തെ സെന്റൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം റിട്ടയർ ചെയ്ത പങ്കാളിയുടെ ഷെയർ കണ്ടിന്യൂ ചെയ്ത പങ്കാളികൾ നേടുന്നത് ഏത് അനുപാതമാണ് എന്ന് പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട് അല്ലേ. അതായത് കണ്ടിന്യൂ പാർട്ട്നേഴ്സ് acquire the share of retiring partner in an agreed ratio. കണ്ടിന്യൂ ചെയ്യുന്ന പങ്കാളികൾ റിട്ടയർ ചെയ്ത പങ്കാളിയുടെ ഷെയർ ഒരു പ്രത്യേക അനുപാതത്തിൽ നേടുന്നുണ്ട്. അപ്പൊ ഇത്തരം കേസിൽ നമ്മൾ എങ്ങനെയാണ് ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫോർമുല യൂസ് ചെയ്യാം. ന്യൂ റേഷ്യോ ഈക്വൽ ടു ഓൾഡ് ഷെയർ പ്ലസ് അക്വയർഡ് ഷെയർ ഫ്രം ദി ഔട്ട് ഗോയിങ് പാർട്ട്ണർ. ഒരു ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഉണ്ടാവുക, റിമൈനിങ് പാർട്ട്ണർ, കണ്ടിന്യൂയിങ് പാർട്ട്ണർ അല്ലെ. കണ്ടിന്യൂ ചെയ്യുന്ന പങ്കാളിയുടെ പുതിയ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെ, അയാളുടെ ഓൾഡ് ഷെയറിനോട് കൂടി അക്വയർഡ് ഷെയർ ഫ്രം ദി ഔട്ട് ഗോയിങ് പാർട്ട്ണർ, പുറത്തു പോകുന്ന പങ്കാളി, അത് റിട്ടയർ ചെയ്യുന്ന പങ്കാളിയാവാം, മരണപ്പെട്ട പങ്കാളിയാവാം അല്ലെ, അയാളുടെ ഷെയർ എത്രയാണോ അയാൾ നേടിയത് അതുകൂടി ആഡ് ചെയ്താൽ കണ്ടിന്യൂ ചെയ്ത പങ്കാളിയുടെ പുതിയ ഷെയർ ലഭിക്കും. അപ്പൊ അയാളുടെ പഴയ ഷെയറിനോട് കൂടി റിട്ടയർ ചെയ്ത പങ്കാളിൽ നിന്ന് അയാൾക്ക് എത്ര ഷെയർ ആണോ ലഭിക്കുന്നത് അതുകൂടി ആഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂ ചെയ്ത പങ്കാളിയുടെ ന്യൂ ഷെയർ നമ്മൾക്ക് കണ്ടെത്താം. ഇനി ഇവിടെ ഗെയിനിങ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത്തരം ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യനിൽ തന്നെ ഗെയിനിങ് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, റിട്ടയർ ചെയ്ത പങ്കാളിയുടെ ഷെയർ കണ്ടിന്യൂ ചെയ്ത പങ്കാളികൾ ഏത് അനുപാതത്തിലാണ് നേടുന്നത് ആ അനുപാതത്തെയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ തന്നെ അത് ഏത് അനുപാതത്തിലാണ് അവർ നേടുന്നത് എന്ന് നേരിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കൂ, എയും സിയും ബിയുടെ ഷെയർ ഏത് അനുപാതത്തിലാണ് എടുക്കുന്നത്, 2:1.
അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇത്തരം ക്വസ്റ്റ്യനിൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല. ആൾറെഡി ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ, അത് ക്വസ്റ്റ്യനിൽ തന്നെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ഗെയിനിങ് റേഷ്യോ എന്താണ്? 2:1. അതായത് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. അതായത് അത് എന്താണ്? ദി റേഷ്യോ ഇൻ വിച്ച് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ദി ഷെയർ ഫ്രം ദി റിട്ടയറിംഗ് പാർട്ട്ണർ. റിട്ടയറിംഗ് പങ്കാളിയുടെ ഷെയർ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് നേടുന്ന അനുപാതമാണത്. ആ അനുപാതം തന്നെയാണ് നമുക്ക് പ്രോബ്ലത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. ഗെയിനിങ് റേഷ്യോ നമ്മൾ കണ്ടെത്തേണ്ടതില്ല. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം കേസിൽ എന്ത് നമ്മൾ കണ്ടെത്തേണം? ന്യൂ റേഷ്യോ കണ്ടെത്തണം. ന്യൂ റേഷ്യോ എങ്ങനെയാണ് കാണുക? ന്യൂ ഷെയർ കാണാൻ വേണ്ടി റിമൈനിങ് പാർട്ട്ണറുടെ ഓൾഡ് ഷെയറിനെ നോട് കൂടി എന്തുകൂടി ആഡ് ചെയ്യണം? അയാളുടെ പഴയ ഷെയറിനോട് കൂടി അയാൾ നേടിയ ഷെയർ, അതായത് ഔട്ട് ഗോയിങ് പാർട്ട്ണറിൽ നിന്ന്, അതായത് റിട്ടയർ ചെയ്യുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിയുടെ ഷെയറിൽ നിന്ന് അയാൾക്ക് എത്രയാണ് കിട്ടിയത്, അതുകൂടി ആഡ് ചെയ്യുമ്പോൾ റിമൈനിങ് പാർട്ട്ണറുടെ ന്യൂ ഷെയർ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നമുക്ക് ചർച്ച ചെയ്യാം. Pooja, Priya and Pradisha are partners sharing profit and losses in the ratio of 5:3:2. Priya retires. Her share is taken by Pooja and Pradisha in the ratio of 2:1. Calculate the new profit sharing ratio. പൂജ, പ്രിയ, പ്രതീക്ഷ അവരുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 5:3:2. അതിൽ പ്രിയ റിട്ടയർ ചെയ്യുന്നു, രണ്ടാമത്തെ പങ്കാളി റിട്ടയർ ചെയ്യാണ്. ഹർ ഷെയർ ഈസ് ടേക്കൺ ബൈ പൂജ ആൻഡ് പ്രതീക്ഷ. അവളുടെ ഷെയർ പൂജയും പ്രതീക്ഷയും എടുക്കുന്നത് ഇൻ ദി റേഷ്യോ ഓഫ് 2:1, 2:1 എന്ന അനുപാതത്തിലാണ്. നമ്മളോട് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ നമുക്കറിയാം ഗെയിനിങ് റേഷ്യോ കണ്ടെത്തേണ്ടതുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2:1, അത് തന്നെയാണ്. അപ്പൊ ആദ്യം നമുക്ക് പൂജ, പ്രതീക്ഷ എന്നിവരുടെ ഓൾഡ് റേഷ്യോ നോക്കാം. 5:3:2 അല്ലേ. അപ്പൊ 5/10, 3/10, 2/10. ഇനി ഇതിൽ ആരാ റിട്ടയർ ചെയ്യുന്നത്? പ്രിയ റിട്ടയർ ചെയ്യുന്നു. അപ്പൊ പ്രിയയുടെ ഷെയർ എത്രയാണെന്ന് നോക്കാം. പ്രിയയുടെ ഷെയർ 3/10 ആണ് അല്ലേ. സെക്കൻഡ് വൺ ആയിട്ടുള്ള പ്രിയ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ ഷെയർ എത്രയാണ്? 10/3 ഈ 3/10 പൂജയും പ്രതീക്ഷയും നേടുന്നത് ഏത് അനുപാതത്തിലാണ്? പ്രിയ ഷെയർസ് അക്വയർഡ് ബൈ പൂജ ആൻഡ് പ്രതീക്ഷ. പ്രിയയുടെ ഷെയർ പൂജയും പ്രതീക്ഷയും നേടുന്നത് 2:1 എന്ന അനുപാതത്തിലാണ്. എങ്ങനെയാണ് നേടുന്നത് എന്ന് പ്രോബ്ലത്തിൽ തന്ന അത് തന്നെയാണ് എന്ത്? ഗെയിനിങ് റേഷ്യോ. അപ്പൊ ഗെയിനിങ് റേഷ്യോ പൂജയും പ്രതീക്ഷയും ഗെയിനിങ് റേഷ്യോ നമ്മൾ കണ്ടെത്തേണ്ടതില്ല. ആ 2:1 തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. പക്ഷെ ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? ന്യൂ റേഷ്യോ കണ്ടെത്തണം. ഓരോരുത്തരുടെയും ന്യൂ ഷെയർ കണ്ടെത്തണം. അപ്പോൾ ഷെയർ അതിനു വേണ്ടി ആദ്യം നമ്മൾ ഷെയർ അക്വയർഡ് ബൈ പൂജ, പൂജ എത്രയാണ് നേടിയത് എന്ന് കണ്ടെത്തുക. അപ്പോൾ ന്യൂ ഷെയർ കാണാനുള്ള ഫോർമുല നമ്മൾ മനസ്സിലാക്കി. ഓൾഡ് ഷെയറിനോട് കൂടി അക്വയർഡ് ഷെയർ ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ ആദ്യം പൂജ പ്രിയയുടെ ഷെയറിൽ നിന്ന് എത്ര നേടി? അപ്പൊ പ്രിയയുടെ ഷെയർ എത്രയാണ്? 3/10 ആണ് അല്ലെ. ആ 3/10 ഏത് അനുപാതത്തിലാണ് നേടുന്നത്? 2:1 അല്ലെ. 2:1 എന്ന അനുപാതത്തിലാണ്. അപ്പോൾ 10/3 3/2 ആരാണ് നേടുന്നത്? പൂജയാണ് നേടുന്നത്. അപ്പോൾ 3/10 × 2/3. അപ്പോൾ ഷെയറിന്റെ എത്ര നേടി എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തെങ്ങനെ? അയാളുടെ ഷെയറിനെ അതിന്റെ അനുപാതം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 × 2 അല്ലെ, 6/10 × 3 30 അല്ലെ. അപ്പൊ 6/30. അപ്പൊ പൂജ നേടിയ ഷെയർ 6/30. അതിന് നമുക്ക് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യാം അല്ലെ. ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യുമ്പോൾ 2/10 എന്ന് കിട്ടും അല്ലെ. 10 6 3 2 തവണ, 30 3 10 തവണ. അപ്പൊ അതിന് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യാം, 2/10 എന്നാക്കി മാറ്റാം അല്ലെ. ഒന്നുകൂടി കുറക്കാൻ കഴിയും. ഇനി അപ്പൊ പൂജ നേടിയ ഷെയർ നമ്മൾ കണ്ടെത്തി. അപ്പൊ ഇനി പൂജയുടെ പുതിയ ഷെയർ കാണാം. റിമൈനിങ് പാർട്ട്ണറുടെ ന്യൂ ഷെയർ കാണാൻ എന്ത് ചെയ്താൽ മതി? തൊട്ട് മുമ്പ് ആ ഫോർമുല നമ്മൾ ചർച്ച ചെയ്തു. ഓൾഡ് ഷെയറിനോട് കൂടി അയാളുടെ അക്വയർ ഷെയർ ആഡ് ചെയ്യാം. അപ്പൊ അയാളുടെ ഓൾഡ് ഷെയർ എത്രയാണ്? പൂജയുടെ ഓൾഡ് ഷെയർ 5:3:2 ആണ്. അപ്പൊ 5/10 പ്ലസ് ഇപ്പൊ നേടിയ ഷെയർ എത്രയാണ്? ഇപ്പൊ കണ്ടെത്തി നമ്മൾ 2/10 അല്ലെ. 5/10 പ്ലസ് 2/10 വളരെ ഈസി ആയിട്ട് ആഡ് ചെയ്യാം. 5 + 2 =
7/10 എന്ന് കിട്ടും അല്ലേ. അപ്പൊ പൂജയുടെ ന്യൂ ഷെയർ 7/10. ഇനി ഇതേപോലെ ആരുടെയും കൂടി കാണാം, പ്രതീക്ഷയുടെ കാണാം. അപ്പൊ പ്രതീക്ഷ നേടിയ ഷെയർ എങ്ങനെ കാണാം? പ്രതീക്ഷ പ്രിയയുടെ ഷെയറിന്റെ 2:1 എന്നാണ്. അപ്പൊ 1/3 ആണ് നേടുന്നത്. അപ്പൊ 3/10 1/3 ആണ് ആര് നേടുന്നത്? പ്രതീക്ഷ നേടുന്നത്. അപ്പൊ ഈക്വൽ ടു 3/30. 3/30 3/10 ഇൻറ്റു 1/3 ഈക്വൽ ടു 3/30. അതിനെ നമുക്ക് ഒന്നുകൂടി റെഡ്യൂസ് ചെയ്യാൻ 1/10 എന്നാക്കാം അല്ലേ. 3-ൽ 3 ഒരു തവണ, 30-ൽ 3 10 തവണ. അപ്പൊ അതിനൊന്നുകൂടി റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടി. പ്രതീക്ഷയുടെ അക്വയർഡ് ഷെയർ നമ്മൾ കണ്ടെത്തി. ഇനി പ്രതീക്ഷയുടെ ന്യൂ ഷെയർ എങ്ങനെ കാണാം? പ്രതീക്ഷ ന്യൂ ഷെയർ ഈക്വൽ ടു ഓൾഡ് ഷെയറിനോട് കൂടി അക്വയർഡ് ഷെയർ കൂട്ടിയാൽ മതി. അപ്പൊ പ്രതീക്ഷയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 5:3:2 ആണ് പഴയ റേഷ്യോ. അപ്പൊ 2/10 അല്ലെ. 2/10 പ്ലസ് ഇപ്പൊ നേടിയ ഷെയർ ഇപ്പോൾ കണ്ടെത്തി 1/10 ഈക്വൽ ടു 3/10. അപ്പോ പൂജയുടെയും പ്രതീക്ഷയുടെയും ന്യൂ ഷെയർ നമ്മൾ കണ്ടെത്തി. ഒരാളുടെ 7/10 മറ്റൊരാളുടെ 1/10 അല്ലേ. അപ്പോൾ therefore ന്യൂ റേഷ്യോ ഓഫ് പൂജ ആൻഡ് പ്രതീക്ഷ ഈക്വൽ ടു 7/10 ഈസ് 3/10 ഈക്വൽ ടു 7:3. അപ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? റിമൈനിങ് പാർട്ട്ണർ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ എത്രയാണോ നേടിയത് എന്ന് കണ്ടെത്തുക. അതാണ് പ്രയാസമുള്ളൂ. ബാക്കി വളരെ ഈസിയാണ്. പിന്നീട് എന്താ ചെയ്യേണ്ടത്? റിമൈനിങ് പാർട്ട്ണറുടെ ഓൾഡ് ഷെയറിനോട് കൂടി അയാളുടെ അക്വയർഡ് ഷെയർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ന്യൂ ഷെയർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇവിടെ ഇത്തരം ക്വസ്റ്റ്യനിൽ റിട്ടയർ ചെയ്ത പങ്കാളിയുടെ ഷെയർ റിമൈനിങ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് നേടുന്നത്, ഏത് അനുപാതത്തിലാണ് നേടുന്നത് എന്ന് പ്രത്യേകം നൽകിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോരുത്തരും നേടിയത് എത്രയാണ് എന്ന് കണ്ടെത്തുക. ആ നേടിയ ഷെയർ അവരുടെ ഓൾഡ് ഷെയറിനോട് കൂടി ആഡ് ചെയ്താൽ അവരുടെ ന്യൂ ഷെയർ ലഭിക്കും. ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തു. പ്രയാസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമുക്ക് നൽകാം. പ്രീവിയസ് എക്സാമിനേഷന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ മിക്കവാറും നൽകാറുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ശ്രുതി, അലീന ആൻഡ് ഫെബിന ആർ പാർട്ട്നേഴ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2:1. Shruti retires and her share is acquired by remaining partners in the ratio of 3:2. Calculate new ratio. ശ്രുതി, അലീന, ഫെബിന അവരുടെ പഴയ റേഷ്യോ തന്നിട്ടുണ്ട് 3:2:1. അതിൽ ശ്രുതി റിട്ടയർ ചെയ്യുന്നു. അവളുടെ ഷെയർ ബാക്കിയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അലീനയും ഫെബിനയും നേടുന്നത് 3:2 എന്ന അനുപാതത്തിലാണ്. അതായത് ശ്രുതിയുടെ ഷെയർ എത്രയായിരിക്കും? 3/6 അല്ലേ. ആ 3/6ന്റെ 3/5 അലീനയും 2/5 ഫെബിനയും നേടുന്നു അല്ലേ. അപ്പൊ ഈ രീതിയിൽ ആദ്യം അവരെ ഓരോരുത്തരും നേടിയ ഷെയർ കണ്ടെത്തുക, എന്നിട്ട് അവരുടെ ഓൾഡ് ഷെയറിനോട് കൂടി ആഡ് ചെയ്ത് നമുക്ക് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ സ്വയം ചെയ്തു നോക്കാം. അതിന്റെ ഫൈനൽ ആൻസർ കൂടി ഞാനൊന്ന് നൽകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. സച്ചിൻ, രാഹുൽ ആൻഡ് ലക്ഷ്മൺ ആർ പാർട്ട്നേഴ്സ് in the ratio of 2:1:1. ലക്ഷ്മൺ retires and Sachin and Rahul acquires his share equally. Calculate the new ratio and gaining ratio. ഇവിടെ അവരുടെ ഓൾഡ് റേഷ്യോ 2:1:1 ആണ്. അതിൽ ലക്ഷ്മൺ ആണ് റിട്ടയർ ചെയ്യുന്നത്. സച്ചിനും രാഹുലും ലക്ഷ്മണിന്റെ ഷെയർ നേടുന്നത്, ലക്ഷ്മണന്റെ ഷെയർ എത്രയാണ്? 1/4 ആണ്. അത് നേടുന്നത് തുല്യമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് എന്ന് പറഞ്ഞാൽ 1:1 ഈക്വലി, രണ്ടുപേര് തുല്യമായിട്ടെന്ന് പറഞ്ഞാൽ 1:1 എന്ന അനുപാതം. അപ്പോൾ ഒരാൾ 1/2യും മറ്റൊരാൾ അതിൻ്റെ 1/2. ആ രീതിയിൽ പിന്നെ അവർ നേടിയത് ഷെയർ കാണുക, അതിനുശേഷം ന്യൂ റേഷ്യോ കാണുക, ഗെയിനിങ് റേഷ്യോ കാണുക. ഇവിടെ ഗെയിനിങ് റേഷ്യോ കാണേണ്ട കാര്യമൊന്നും ഉണ്ടോ? പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. ഈക്വലി തുല്യമായിട്ടാണ് എന്ന് പറഞ്ഞാൽ 1:1 ആണ് അല്ലേ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നൽകാം. കുമാർ, ലക്ഷ്യ, മനോജ് ആൻഡ് നരേഷ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2:1:4. Kumar retires and his share is acquired by Lakshya and Manoj in the ratio of 3:2.
calculate new profit share ratio and gaining ratio of the remaining partners. ഇവിടെ നാല് പങ്കാളികളുണ്ട്. അതിൽ കുമാറാണ് റിട്ടയർ ചെയ്യുന്നത്. കുമാറിന്റെ ഷെയർ ലക്ഷയും മനോജുമാണ് 3:2 എന്ന അനുപാതത്തിൽ നേടുന്നത്. അപ്പോൾ ആരുടെ ഷെയറിൽ മാത്രമേ ആഡ് ചെയ്യാനുണ്ടാവുള്ളൂ? ലക്ഷയുടെയും മനോജിൻ്റെയും. അതേസമയം നരേഷിന് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നരേഷിൻ്റെ ഷെയർ അയാളുടെ പഴയ ഷെയർ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഓരോന്നിൻ്റെയും ഫൈനൽ ആൻസർ ഒന്ന് കാണിക്കാം. ഫസ്റ്റ് കേസിൽ 19:11, സെക്കൻഡ് കേസിൽ 5:3, ഗെയിനിങ് റേഷ്യോ 1:1, തേർഡ് കേസിൽ 19:11:20, ഗെയിനിങ് റേഷ്യോ 3:2. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ റിട്ടയർമെൻറ്റ് ഡെത്തുമായി ബന്ധപ്പെട്ട് ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട 2 ഡിഫറെൻറ്റ് കേസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഫസ്റ്റ് കേസ് വളരെ ഈസിയാണ്. സെക്കൻഡ് കേസിലെ കൂടുതൽ കാൽക്കുലേഷൻ വരുന്നുള്ളൂ. ചില വർഷങ്ങളിലെ ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. പ്രയാസമുണ്ടെങ്കിൽ അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.